നാടിനെ നടുക്കിയ ഉരുൾപൊട്ടലിന് സാക്ഷ്യം വഹിച്ച ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതെന്ന് സൈന്യം വ്യക്തമാക്കി. ചൂരൽമലയിലെ 10ാം വാർഡായ അട്ടൽമലയിലേക്ക് കടക്കാനുള്ള പാലം ഒലിച്ചുപോയതാണ് ദൗത്യം കൂടുതൽ ദുഷ്കരമാക്കുന്നതെന്നും സൈന്യം പറയുന്നു. 5ഓളം സൈനികർ ശരീരത്തിൽ കയർ കെട്ടി അവിടേക്ക് കടന്നെങ്കിലും കൂടുതൽ പേർക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യങ്ങളില്ലാത്തതാണ് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നത്. ഇതോടെ രക്ഷാപ്രവർത്തനത്തിനായി അഡ്വഞ്ചർ പാർക്കുകളിലെ റോപ്പുകൾ ഉൾപ്പെടെ എത്തിക്കുകയാണ്. ഡെപ്യൂട്ടി കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം. വയനാട്ടിലെ ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട മേഖലകളിൽ ഒന്നാണ് അട്ടൽമല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഈ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. മൂടൽമഞ്ഞ് ശക്തമാകുന്നതും വെല്ലുവിളിയാകുന്നുണ്ട്. കൂടാതെ ദുരന്തമുഖത്തേക്ക് കൂടുതൽ സഹായവുമായി അടുത്ത സൈനിക സംഘം ഉടനെ എത്തും. തിരുവനന്തപുരത്ത് നിന്ന് 2ഓളം സൈനികരുടെ സംഘത്തെ വഹിച്ചുകൊണ്ട് 2 വിമാനങ്ങൾ ഉടൻ പുറപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 5 മണിക്ക് ഈ വിമാനങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. അവിടെ നിന്ന് റോഡ് മാർഗം വയനാട്ടിലേക്ക് വരാനാണ് പദ്ധതി. ജീവൻ രക്ഷാ ഉപകരണങ്ങളും രക്ഷാപ്രവർത്തനത്തിലുള്ള ഉപകരണങ്ങളും ഉൾപ്പെടെ കൂടുതൽ സജ്ജീകരണങ്ങളുമായാണ് ഇവരുടെ വരവ്. കണ്ണൂരിൽ നിന്നുള്ള സൈനിക സംഘം നേരത്തെ തന്നെ ചൂരൽമലയിലെത്തിയിരുന്നു. അവരാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതേസമയം ഉരുൾപൊട്ടലിൽ പരിക്കേറ്റവർക്കായി താൽക്കാലിക ആശുപത്രി സംവിധാനം ഒരുക്കുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. ചൂരൽമല പള്ളിയിലും മദ്രസയിലും പോളിടെക്നിക്കിലുമാണ് താൽക്കാലിക ആശുപത്രി സംവിധാനം ആരംഭിച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും സഹായമായി 24 മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കും. മലയോര മേഖലയിൽ ഉൾപ്പെടെ എത്തിച്ചേരാൻ കഴിയുന്ന കനിവ് 108 ആംബുലൻസിന്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ എണ്ണം 93 ഉയർന്നിരിക്കുകയാണ്. മരിച്ച 45 പേര് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. പരിക്കേറ്റവർ അതിലേറെയാണ്. പ്രദേശത്തെ കാലാവസ്ഥയും മലവെള്ളപ്പാച്ചിലും രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമാകുന്നുണ്ട്. ഇരുട്ട് പറഞ്ഞാൽ ദൗത്യം കൂടുതൽ ദുഷ്കരമാകുമെന്നാണ് വിലയിരുത്തൽ. അതുകൂടി കണക്കിലെടുത്ത് പ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാനാണ് ഇപ്പോഴുള്ള ശ്രമം നടക്കുന്നത്. അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി ചൂരൽമലയിലെ തകർന്ന പാലത്തിന് പകരം താൽക്കാലിക പാലം നിർമ്മിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. മുണ്ടക്കലിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകുമെന്നും റോപ്പ് വഴി രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായും മന്ത്രി കെ രാജൻ പറഞ്ഞു. എയർലിഫ്റ്റിംഗിന് കാലാവസ്ഥ തടസ്സമാണ്. ആവശ്യമെങ്കിൽ രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരുമെന്നും അതിനാവശ്യമായ ലൈറ്റുകൾ എത്തിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയ വഴി തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം നടക്കുന്നുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്നും മന്ത്രി റിയാസ് പറഞ്ഞു.